evergreen cooking diary നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അൽഫാം ആണ്. അതിനെ ഒരു 10-12 കോഴി എടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്കൊന്ന് വൃത്തിയായി കഴുകി എടുക്കാം. അൽഫാം റെഡിയാക്കാൻ വേണ്ടി കോഴികളെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇതിൽ കുറച്ച് ആവശ്യമില്ലാത്ത കൊഴുപ്പുകളൊക്കെ കാണും. അത് കുറച്ചൊക്കെ നമുക്ക് വേണം. കൂടുതലുള്ള കൊഴുപ്പ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം നമ്മൾ മുഴുവനായിട്ട് മുറിച്ചല്ല എടുക്കുന്നത്. കോഴികൾ ഈ കോഴിനെ മുഴുവനായിട്ട് കിട്ടുന്ന വിധത്തിൽ നടുവേ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്യും. നെഞ്ചിൻ്റെ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ഇതിന് മുഴുവനായിട്ടാണ് നമ്മൾ വെക്കുക കോഴി. അങ്ങനെ അൽഫാം ഒരു ഫുൾ അൽഫാമാണ് നമ്മുടെ ഗ്രില്ലിൽ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ എടുത്ത് ഇതിനൊക്കെ ഇങ്ങനെ വെച്ചൊന്ന് ഒടിച്ച് കൊടുത്ത് പിന്നെ നല്ല സ്റ്റഡിയാക്കി വയ്ക്കും. ഇതിൻ്റെ കഴുത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കഴുത്ത് നമ്മൾ അൽഫാമിന് എടുക്കണില്ല, അത് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഈ ഭാഗം മാത്രം നല്ലതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ചിറക് പോലെ ഓപ്പണാക്കി വയ്ക്കുക. അതേപോലെ ഈ സൈഡും നല്ലതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്ത് വയ്ക്കുക. അതിൻ്റെ കാലിൻ്റെ ഭാഗത്തും കുറച്ച് വരകളിട്ട് കൊടുക്കുക. ഇവിടെയും ഇത്രയും മതി. അങ്ങനെ എല്ലാ കോഴിയും നമ്മൾ വരഞ്ഞെടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വൃത്തിയായി കഴുകിയെടുക്കണു. നമ്മളതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി പോവാണ്. അൽഫാമിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ പോവാണ്. മസാലയ്ക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാനുണ്ട്. ആദ്യമായിട്ട് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. സാദാ വറ്റൽ മുളക്, മുഴുവനായിട്ടുള്ള മല്ലി അത് ചേർത്ത് കൊടുക്കാം. മസാലയ്ക്കുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതിൽ പെരിഞ്ജീരകം, സാദാ ചെറിയ ജീരകം, ഏലക്കായ, കറുവപ്പട്ട, ബിരിയാണി ലീഫ്, അതുപോലെ ഗ്രാമ്പു, തക്കോലം, ഇത്രയും സാധനങ്ങൾ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. അൽഫാമിന് പൊടിച്ചെടുക്കുന്ന മസാലകൾ കൂടാതെ കുറച്ച് മസാലകൾ അരച്ചുകൂടി എടുക്കാനുണ്ട്. അതിൽ സബോള, തക്കാളി, മല്ലിയില, പുതിന, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് അരച്ചെടുക്കാം. അൽഫാമിനുള്ള മസാല തയ്യാറാക്കി എടുക്കാം. അരച്ച് വെച്ചിട്ടുള്ള മസാല ചേർക്കാം. വറുത്ത് പൊടിച്ച കാശ്മീരി മുളകും മല്ലിയും സ്പൈസസും ചേർത്തിട്ടുള്ള പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കട്ടി തൈര് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളതിൽ പൊടിയുപ്പല്ല ചേർക്കുന്നത്, ഇത് റോക്ക് സാൾട്ടാണ്. ആവശ്യമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത് മസാല നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ല മണം വരുന്നുണ്ട്. മസാലകളെല്ലാം വറുത്ത് പൊടിച്ചതും ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, സബോള, മല്ലിയില എല്ലാം കൂടി അരച്ചതും കൂടിയായി തൈരൊഴിച്ച് മിക്സ് ചെയ്തപ്പോൾ നല്ല അസാധ്യ മണം വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ചിക്കനിൽ പുരട്ടിയെടുക്കാം. ചിക്കനിൽ മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം.
നമ്മൾ സ്കിന്നില്ലാത്ത ചിക്കനാണ് എടുത്തത്. അത്യാവശ്യം നല്ലതുപോലെ വരഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇത് നല്ലതുപോലെ മസാല പിടിക്കും. ഇതിൽ എത്രത്തോളം മസാല പിടിക്കണോ അത്രയും അതിൻ്റെ ടേസ്റ്റ് കൂടും. ചിക്കനിലെ മസാല എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ചിക്കനിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മസാല കൂടി തയ്യാറാക്കേണ്ടതുണ്ട്. അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്കും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് കുറച്ച് റോക്ക് സാൾട്ട് കൂടി ചേർത്ത് കൊടുക്കാം. അൽഫാം തയ്യാറാക്കുന്നതിന് വേണ്ടി കരി കൊട്ടി കനൽ റെഡിയാക്കി എടുക്കാം. കരി കത്തിച്ചിട്ട് കനൽ റെഡിയാക്കാം. ചിരട്ടയൊക്കെ അതിൻ്റെ മേലെ വെച്ച് കൊടുത്താൽ ചിരട്ടിയിലൊന്ന് പിടിച്ച് കിട്ടിയാൽ കരി പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. അൽഫാമിൻ്റെ മേലെ മസാല തേക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബ്രഷ് ഉണ്ടാക്കിയാണ്. നമ്മൾ വീഡിയോ എടുക്കുന്നിടത്തൊക്കെ നിറയെ പനയുണ്ട്. അപ്പോൾ അതിൻ്റെ പനൻ്റെ ഒരു തണ്ട് വെച്ചിട്ടാണ് നമ്മളൊരു അടിപൊളി ബ്രഷ് ഉണ്ടാക്കുന്നത്. രണ്ട് മണിക്കൂർ മസാല തേച്ച് റസ്റ്റിന് വെച്ച ചിക്കൻ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. നല്ല ചൂടുണ്ട്. ചൂടിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. വയ്ക്കുമ്പോൾ തന്നെ മണം വരാൻ തുടങ്ങിക്കഴിഞ്ഞു. നല്ല അസാധ്യ ചൂടാണ്. അടുത്ത് നിൽക്കാൻ പറ്റില്ല. ഓ, നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. ഒരു സൈഡ് പകുതി വെന്തു. ഇതെല്ലാം ഒന്നിന് മറിച്ചിട്ടിട്ട് ഒരു ഭാഗം കൂടി വേവിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ സ്വീറ്റും പെപ്പറും ചേർന്നിട്ടുള്ള മസാല തേച്ച് കൊടുക്കാം. ഇതെല്ലാം ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം നമുക്ക്. ആഹാ, നല്ലപോലെ വെന്തിട്ടുണ്ട്. കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം. ഈ മസാലേൻ്റെയും നെയ്യിൻ്റെ എല്ലാം കൂടി ഒരു മണമാകുമ്പോൾ സൂപ്പറായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഇന്ന് ആദ്യം ഇതാ നിങ്ങളൊന്ന് ടേസ്റ്റ് നോക്കിൻ. ഇതാ ഇവിടേക്കൊന്ന് ടേസ്റ്റ് നോക്കിൻ. ഇതാ ഇവിടേക്കൊന്ന് വയ്ക്കിൻ. എല്ലാവരും കഴിച്ച് നോക്കിൻ. കഴിക്കാൻ എന്താ ഇത് അനങ്ങാണ്ടിരിക്കണേ? എല്ലാവരും എടുത്ത് കഴിച്ചിട്ട് എന്താ അഭിപ്രായം എന്നുള്ളത് പറയും. ഉള്ളതുപോലെ പറയും. നോക്കട്ടെ. ഇതാ നിങ്ങളൊന്നുകൂടി കഴിക്കും. എന്നാ നീ കഴിക്കും. നീ കഴിക്കും. സംഭവം പൊളിച്ചു. എങ്ങനെയുണ്ട്? അടിപൊളി. ഉഷാർ ഉഷാർ. പൊളിച്ചു. അൽഫാം ഉണ്ടാക്കണേ നമ്മൾ അത് കരി തന്നെ ഉണ്ടാക്കണം. അതിൻ്റെ ഒരു ആ ടേസ്റ്റിലേക്ക് വരണമെങ്കിൽ നല്ല സ്ലോ ആയിട്ട് കുക്കായി
നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ട്. അങ്ങോട്ട് കഴിക്കണം. അങ്ങനെയുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പറായിട്ട് കേട്ടോ. അടിപൊളി. ഞാൻ വേണ്ട പറയും. ഗംഭീരം മനോജ. കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും. കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും. ഇന്ന് അത് സന്തോഷം എന്താ അറിയാവും, നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ വട്ടം കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഫീല് വേറെ എവിടെയും കിട്ടില്ല. സത്യം. ഏത് 5 സ്റ്റാർ ഹോട്ടലിൽ പോയിരുന്നാലും നമ്മുടെ ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചിട്ട് ഇങ്ങനെ ഇന്ന് കഴിക്കണതിൻ്റെ ഒരു ഫീല് കിട്ടില്ല. ഇഷ്ടം പോലെ കഴിച്ചോ, ആവശ്യമുള്ളത്ര കഴിച്ചോ. ഇതാ മയോണൈസൊക്കെ കൂട്ടി കഴുകി, ഇതാ കുറച്ച് സലാഡ് കഴുകി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അയക്കുന്ന ഓരോ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതേപോലുള്ള സൗഹൃദ കൂട്ടായ്മയും ഇതേപോലുള്ള പുതിയ രുചിക്കൂട്ടുകളായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ബൈ.